ഹലോ, ഇന്ന് പൂവമ്പഴവും ഗോതമ്പും ചേർത്ത് നല്ലൊരു അട തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആവശ്യം. അതിലേക്ക് ശർക്കരപ്പൊടിയോ ശർക്കര പാനിയോ ചേർക്കാം. 1 നുള്ളു ഉപ്പും ചേർക്കാം. ഇനി ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നേരിയ ചൂടുവെള്ളം ചേർത്ത് കുഴയ്ക്കാം. ശർക്കര ഉരുക്കിയതാണെങ്കിൽ നേരിയ ചൂടോടുകൂടി ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി 1 നുള്ള് ജീരകപ്പൊടി, തേങ്ങ ആവശ്യത്തിന്, നമുക്ക് ടേസ്റ്റിനനുസരിച്ച് തേങ്ങ ചേർക്കാവുന്നതാണ്. ജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കാം. 1 പൂവൻപഴം, ഞാൻ ഞാലിപ്പൂവൻ പഴമാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ഈ മാവ് ഒരു വാഴയിലേക്ക് പരത്തി നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കി ഈ അട ആ ദോശക്കല്ലിലേക്ക് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ അട എടുത്ത് കുറച്ച് നെയ്യ് പുരട്ടി ആ ദോശക്കല്ലിലേക്ക് ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. 2 പുറവും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ നമ്മുടെ അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.